ഉം. ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ വ്യാസരൂപായ വിഷ്ണവേ വാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേ അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ജരാജരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണൈനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. നമ്മള് ഭഗവത്ഗീത അല്ല, സനാതന കഥാമൃതത്തിന്റെ 64-ാമത്തെ പാർട്ടും ഭാഗവതം 36-ാമത്തെ കഥയാണ്. 2-3 ദിവസം കൊണ്ട് ഭാഗവതത്തിന്റെ കഥ നമുക്ക് തീരും. അപ്പൊ ഇന്ന് നമ്മള് അദ്ദേഹം പറഞ്ഞയച്ചല്ലോ അക്രൂരനെ പറഞ്ഞയച്ചു ഭഗവാൻ. ഹസ്തിനപുരത്തിൽ പോയിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാൻ, പാണ്ഡവരുടെയും അമ്മായിയായ കുന്തിയുടെയും. കാരണം അവരെ അവിടെ അത്ര നന്നായിട്ട് അല്ല ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ന്യൂസ് കൃഷ്ണനെ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് പോയി അന്വേഷിച്ചു വരാൻ അക്രൂരനെ തന്നെ അയച്ചത്. അക്രൂരൻ എന്ന് പറയുമ്പോൾ വസുദേവന്റെ സഹോദരനാണ്, കുന്തിയുടെ സഹോദരനാണ്. അപ്പൊ അവിടെ ചെന്ന് കണ്ടപ്പോ കുന്തി, അനുജ നോക്കൂ, ഞങ്ങളുടെ കഷ്ടപ്പാട് എത്രയാണെന്ന് നോക്കൂ, ഇതെല്ലാം ചെന്ന് കൃഷ്ണനോട് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ അക്രൂരൻ ചേച്ചിയാണ് ആദ്യം കണ്ടത്. അവിടെ കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ധൃതരാഷ്ട്രനെ കാണാൻ പോവാണ്. ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ട് വിവരങ്ങൾ പറയണം. കൃഷ്ണന്റെ ദൂതും കൊണ്ട് കൃഷ്ണന്റെ സന്ദേശവും കൊണ്ട് വന്നിരിക്കുകയാണല്ലോ. അപ്പൊ ആ സന്ദേശം എന്താണെന്ന് അറിയിക്കണം. അതിനായിട്ട് വന്നു. അപ്പൊ പറയാണ്, അല്ലയോ മഹാരാജാവേ, സോദരനായ പാണ്ഡുവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ 5 പുത്രന്മാരും ഇവിടെ ഉണ്ടല്ലോ. അങ്ങാണല്ലോ ഇപ്പം പാണ്ഡു മരിച്ച ശേഷം അങ്ങാണല്ലോ ഇപ്പം സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നത്. അപ്പം ധർമാനുസൃതമായിട്ട് രാജ്യം പരിപാലിക്കുകയും സൗശീല്യത്താൽ പ്രജകളെ എല്ലാവരെയും അനുരഞ്ജിപ്പിക്കുകയും സ്വജനങ്ങളോട് സമഭാവനയോടെ പെരുമാറുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് കീർത്തിയും ശ്രേയസ്സും ഉണ്ടാകും. അതല്ല അങ്ങനെ വിപരീതമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അങ്ങേക്ക് നരകം തന്നെ ആയിരിക്കും ലഭിക്കുക. അതിനാൽ സ്വപുത്രന്മാരോടും സോദരപുത്രന്മാരോടും ഒരുപോലെ സമഭാവനയോടെ പെരുമാറണം. ഈ ലോകത്തിൽ ആർക്കും മറ്റാരുമായും നിത്യവാസമില്ല. ആരും എന്നും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം ശരീരത്തിന് പോലും എന്നും നമ്മുടെ കൂടെ ഉണ്ടോ? ആത്മാവിന്റെ കൂടെ എന്നും ശരീരമില്ല. എപ്പോ വേണമെങ്കിലും അത് നമ്മളെ ഉപേക്ഷിച്ചു പോകും, അല്ലേ? തടിയായി വീഴും. അപ്പോൾ പിന്നെ കളത്രപുത്രാദികളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നൽ മാത്രമാണ്. എപ്പം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോവാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും തനിച്ചാണ്. പുണ്യമോ പാപമോ അനുഭവിക്കുന്നതും തനിച്ചു തന്നെയാണ്. അധർമ്മം ചെയ്ത് നേടുന്ന അല്പബുദ്ധികളുടെ ധനം
പുത്രാദികൾ എന്ന ശത്രുക്കൾ അപഹരിക്കുന്നു. ഈ പുത്രന്മാരെന്ന് പറയുന്നത്, പുത്രനും പുത്രിയും ഒക്കെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളായിരുന്നു എന്നാണ് പറയണത്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മം നമ്മുടെ പുത്രന്മാരും പുത്രികളുമായിട്ട് ജനിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുപുത്രന്മാരെയും കുപുത്രികളെയും ലഭിക്കും. അത്ര മോശപ്പെട്ട മക്കളെ ലഭിക്കണമെങ്കിൽ നമ്മുടെ പാപം, നമ്മൾ അവരോട് ഒരുപാട് പാപം ചെയ്തു ഇതിനുള്ള ജന്മത്തിന്, അത് പരം തീർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ കർമ്മബന്ധത്തിൽ നിന്ന് ആർക്കും വിടുതലില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ കൂട്ടിയിരിക്കുന്ന ധനമൊക്കെ ഈ മക്കളെന്ന് പറയുന്ന ശത്രുക്കൾ തന്നെ അപഹരിച്ചെടുക്കും. സ്വന്തമെന്ന വിചാരത്താൽ ദേഹാദിധർമ്മങ്ങളെ അധർമ്മം ചെയ്ത് പോഷിപ്പിക്കുകയാണെങ്കിൽ അവിവേകിക്ക് ജീവനും സ്വത്തുക്കളും എല്ലാം, കളത്ത പുത്രാദികളും എല്ലാം ഉപേക്ഷിക്കപ്പെടും. എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു പോകും. സ്വധർമ്മം അനുഷ്ഠിക്കാതെയും പുരുഷാർത്ഥങ്ങൾ നേടാതെയും അകൃതാർത്ഥനായി, എന്നുവെച്ചാൽ ആരോടും നന്ദിയില്ലാതെ സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് സമ്പാദിച്ച പാപവും പേറിക്കൊണ്ട് അവൻ ഘോര നരകത്തെ പ്രാപിക്കും. അല്ലയോ രാജാവേ, ഇതാണ് പ്രകൃതി നിയമം, ഇതാണ് ലോക നിയമം. അതുകൊണ്ട് ഈ ലോകത്തെ സ്വപ്ന സദൃശമെന്ന് കണ്ടുകൊണ്ട് ആത്മാവിനെ അടക്കി സമശീലനും ശാന്തനുമായി തീർന്നാലും. ഇതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ച സന്ദേശം. അത് അക്രൂരൻ അങ്ങനെ തന്നെ ഉദ്ധരിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോ ധൃതരാഷ്ട്ര പറഞ്ഞെന്താ, ധൃതരാഷ്ട്ര അന്ധൻ എന്ന് വെച്ചാല് മനസ്സുകൊണ്ടും അങ്ങേര് അന്ധനായിരുന്നു. അങ്ങേര് ശരീരം കൊണ്ട് അന്ധനായിരുന്നു, ബാഹ്യദൃഷ്ടിയുമില്ലായിരുന്നു, അന്തർദൃഷ്ടിയുമില്ലായിരുന്നു. രണ്ടു തരത്തിലും തമസ്സന് അടിപ്പെട്ടവനായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, ശ്രേഷ്ഠനായ അക്രൂര, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. വളരെ മധുരമായ വാക്കുകളാണ് അങ്ങ് പറയുന്നത്. പക്ഷേ എനിക്ക് പുത്രന്മാരോട് എനിക്ക് ഭയങ്കരമായ അനുരാഗമാണ്, ഭയങ്കരമായ മമതയാണ്. അത് നിമിത്തം എന്റെ മനസ്സ് വിഷമയമായിരിക്കുന്നു തോന്നുന്നു. അതുകൊണ്ട് ഈ മധുരോദാരമായ വാക്കുകളൊന്നും അവിടെ തങ്ങി നിൽക്കുന്നില്ല. അതൊന്നും എനിക്ക് ഗ്രഹിക്കുവാൻ പറ്റുന്നില്ല. ധൃതരാഷ്ട്രയുടെ അഭിപ്രായം ഗ്രഹിച്ചപ്പോൾ കാര്യം മനസ്സിലായി. അതായത് വളഞ്ഞ വഴി കൂടെ പറയാണ്, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ മക്കളോടും പാണ്ഡുപുത്രന്മാരോടും പ്രത്യേകമായിട്ട് തന്നെ പെരുമാറും എന്ന് വ്യംഗ്യത്തിലൂടെ പറഞ്ഞതായിട്ട് അക്രൂരന് മനസ്സിലാവും. അത് ഗ്രഹിച്ചിട്ട് അസുരൻ മധുരയ്ക്ക് ചിരിക്ക് പോയിട്ട് ധൃതരാഷ്ട്ര പാണ്ഡവന്മാരോട് പെരുമാറുന്ന രീതികളെല്ലാം ധൃതരാഷ്ട്രപുത്രന്മാരും ധൃതരാഷ്ട്ര തന്നെയും, അതായത് പുത്രന്മാരെ വിലക്കുന്നില്ല. അവർ ഒരുപാട് ദ്രോഹങ്ങളാണ് ഈ കുട്ടികളോട് ചെയ്യുന്നത്. അവര് സമപ്രായക്കാരാണ്, എന്നിട്ട് പോലും കൂട്ടുകാരെ പോലെ വർത്തിക്കേണ്ടതിന് പകരം അവരെ നാനാതരത്തിൽ ദ്രോഹിക്കുകയാണ്. അതിൻ്റെ കൂടെ അവരുടെ സൽസ്വഭാവവും സൗശീല്യവും സാമർത്ഥ്യം, എല്ലാ കാര്യത്തിലും അവർക്ക് ഭയങ്കര സാമർത്ഥ്യമാണ്. അവരൊക്കെ ദേവപുത്രന്മാരാണല്ലോ. ആ ദേവാംശഭൂതരായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ എല്ലാ ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അസൂയയാണ്, ഭയങ്കര അസൂയ. അതുകൊണ്ട് അവരെ നാനാതരത്തിലും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഉള്ള വിവരം പോയിട്ട് രാമകൃഷ്ണൻ ബലരാമനോടും ശ്രീകൃഷ്ണനോടും പറഞ്ഞു. അപ്പം കംസനെ കൊന്നല്ലോ. കംസന്റെ ഭാര്യമാര് അസ്ഥിയും പ്രാപ്തിയും എന്ന് രണ്ട് ഭാര്യമാരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ കംസന്റെ ഭാര്യയുടെ അവരുടെ അച്ഛൻ ജരാസന്ധനായിരുന്നു, മഗധയിലെ രാജാവായ ജരാസന്ധനായിരുന്നു അവരുടെ അച്ഛൻ. അപ്പൊ അവര് അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. കംസനെ കൊന്നു കഴിഞ്ഞപ്പോ മധുര വിട്ടിട്ട് മഗധയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അച്ഛനോട് എല്ലാ വിവരങ്ങളും, അന്നത്തെ കാലത്ത് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് ദൂത് പോയിട്ടും ഒക്കെ തന്നെയാണല്ലോ, അല്ലാതെ പെട്ടെന്ന് വാർത്തകൾ അറിയാനൊരു മാർഗമില്ല. അങ്ങനെ കംസനെ കൊന്നതിന് ശേഷം മക്കള് പോയിട്ടാണ് കംസവധത്തെ പറ്റിയും ശ്രീകൃഷ്ണൻ കൊന്ന വിവരമൊക്കെ മഗധ രാജാവിനെ അറിയിക്കുന്നത്. അപ്പൊ അങ്ങേർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് എങ്ങനെ യദുകുലത്തെ ഉന്മൂല നാശനം ചെയ്യണം. യദുകുലത്തിലെ യദുപുത്രനാണല്ലോ കൃഷ്ണൻ ചെയ്തതുകൊണ്ട് അപ്പൊ അത് മഗധ രാജാവ് ജരാസന്ധന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സന്ധിപ്പിച്ചുകൊണ്ട് ജരാസന്ധൻ. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് അക്ഷൗണി പടകളാണുള്ളത്. 23 അക്ഷൗണി പടകളോട് ചെന്ന് മധുരാപുരിയിലാണല്ലോ ഇപ്പൊ ശ്രീകൃഷ്ണനും എല്ലാവരും വസിക്കുന്നത്. അവിടെയാണല്ലോ ഉഗ്രസേനൻ രാജാവാണെങ്കിലും ശ്രീകൃഷ്ണനും ശ്രീ ബലരാമനും ഒക്കെ അവിടെ തന്നെ അദ്ദേഹത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മധുരദേശത്തെ 23 അക്ഷൗണി, 18 അക്ഷൗണിയെ മഹാഭാരത യുദ്ധത്തിൽ പോലും ഉണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ എത്രയോ അധികമാണ് 23 അക്ഷൗണി എന്ന് പറയുമ്പോൾ. വന്നിട്ട് വളഞ്ഞു. അപ്പം കടൽ പോലെ പരന്നു കിടക്കുന്ന സേനയാണ് അത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ ആലോചിച്ചു, കാലദേശങ്ങൾ അനുകൂലമായ മാത്രമേ നമ്മൾ ഏതും ചെയ്യാവൂ.
ഏത് കാര്യം, നല്ല കാര്യവും മോശക്കാര്യം. ഇപ്പൊ നമ്മൾ ഒരാളെ എതിർക്കുകയാണെങ്കിൽ നമ്മുടെ കാലം നോക്കണം, നമ്മുടെ സമയം, നമ്മുടെ പരിതസ്ഥിതി നോക്കിയിട്ട് ഒരാളോട് എതിർക്കാൻ പോകാവൂ. എതിർക്കാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും അതിന്റെ ഫലം എന്ന് നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഭഗവാൻ ചോദിച്ചു, കാലദേശങ്ങൾക്ക് അനുകൂലമായിട്ടാണെങ്കിൽ എന്താണ് തന്റെ കർത്തവ്യം? അപ്പൊ ഭഗവാൻ മഗധൻ കൊണ്ടുവന്നിട്ടുള്ള തന്റെ ബന്ധുക്കളെയും ചതുരംഗ സമാനമായ പിന്നെ ഇതിനെയൊക്കെ സംഹരിക്കാം. മഗധനെ ഇപ്പൊ തൽക്കാലം കൊല്ലണ്ട. എന്നിട്ട് അപ്പം മഗധൻ എന്ത് ചെയ്യും? വീണ്ടും പടകൂട്ടി വരും. ഓരോ പ്രാവശ്യം തോക്കുമ്പോ തിരിച്ചു പോയിട്ട് വീണ്ടും പട ഒരുക്കി കൊണ്ടുവരുമല്ലോ. അങ്ങനെ ഒരുപാട് പേരെ, അധർമ്മികളായ ഒരുപാട് പേരെ ഉന്മൂലനം ചെയ്യാൻ, ഒറ്റയടിക്ക് ഉന്മൂലനാശനം ചെയ്യാം. അതാണ് ഭഗവാൻ മഹാഭാരത യുദ്ധത്തിന് ചെയ്തത്. 18 അക്ഷൗണിയെ മുഴുവൻ നശിപ്പിച്ചു, മുഴുവൻ. അതിലെല്ലാം ദുഷ്ടന്മാരായ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇത് അതുകൊണ്ട് അധർമ്മ പ്രവൃത്തിയെ നശിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ് അത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അദ്ദേഹം മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ, ഉടൻ തന്നെ ദേവലോകത്തുനിന്ന് സൂര്യപ്രഭ ഉള്ള നല്ല രഥവും ദാരുകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ തേരാളിയും ഒക്കെ അവിടെ വന്നു ചേർന്നു. അപ്പൊ അദ്ദേഹം ബലഭദ്രമായ ആയുധങ്ങളുമൊക്കെ ആയിട്ട് ഒരു തേരവിടെ എത്തി. അപ്പം പറഞ്ഞു, ജ്യേഷ്ഠ, ഇതെല്ലാം അങ്ങയുടെ അസുരന്മാരെ യദുക്കളെ രക്ഷിക്കണം, അങ്ങ് തന്നെ യുദ്ധം ചെയ്താൽ മതി. ഈ തേരിൽ കയറി ജരാസന്ധന്റെ പടയെല്ലാം അങ്ങ് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയും. അപ്പൊ രാമകൃഷ്ണന്മാരെ പടച്ചട്ടയണിഞ്ഞ് ആയുധങ്ങളേന്തി തേരിലേറി പടയാളികളോട് കൂടെ നഗരത്തിന് പുറത്തെത്തി ശംഖു വിളിക്കും. ശംഖു വിളിച്ചപ്പോഴത്തേക്കും ശത്രുസൈന്യത്തിന്റെ ശംഖുവിളി കേട്ടപ്പോ തന്നെ ശത്രുസൈന്യം നടുങ്ങും. അപ്പൊ മഗധൻ, അതായത് ജരാസന്ധൻ പറഞ്ഞു, ഹേ കൃഷ്ണ, നീ ഒരു പുരുഷാധമനാണ്, നീ ഒരു പശുപാലകൻ, നിന്നെ കൊണ്ട് കൊള്ളൂല, നീ കള്ളനാണ്, നിന്റെ അടുത്ത് ഞാൻ യുദ്ധം ചെയ്യില്ല. ഞാൻ തരക്കാരോട് മാത്രമേ ഞാൻ യുദ്ധം ചെയ്യുള്ളൂ, അതുകൊണ്ട് നീ പോ, ഞാൻ ബലരാമനോട് യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്റെ അമ്പേറ്റ് പ്രാണൻ പെടുന്നതിന് മുമ്പ് ഒന്നുകിൽ നീ ഓടിപ്പൊക്കോ, അഴിയില്ലെങ്കിൽ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ, രാജാവേ, വീരന്മാരിങ്ങനെ വീമ്പൊന്നും പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരവരുടെ പൗരുഷം പ്രകാശിപ്പിക്കുകയാണ് വീരന്മാർ ചെയ്യുന്നത്. നിന്റെ വാക്കൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജരാസന്ധൻ പെരുത്ത പടയോടുകൂടി രാമകൃഷ്ണന്മാരെ വളഞ്ഞു. രാമകൃഷ്ണന്മാരെ വളഞ്ഞ ഉടൻ തന്നെ ഭഗവാൻ, ശാർങ്ങമാണല്ലോ ഭഗവാന്റെ ധനുസ്, ഭഗവാന്റെ വില്ലിന്റെ പേര് ശാർങ്ങം എടുത്ത് തുരുതുരാന്ന് പറഞ്ഞിട്ട് അമ്പയക്കാൻ തുടങ്ങി. അങ്ങനെ ആവനാഴിൽ നിന്ന് മുറിച്ചെടുത്ത് അമ്പെടുത്ത് ആ സേന മുഴുവൻ നശിപ്പിക്കുകയാണ്. മുഴുവൻ നശിപ്പിച്ച് ജരാസന്ധനെ ബലരാമൻ പിടികൂട്ടി വരുണപാശം കൊണ്ട് കെട്ടി ബന്ധനസ്ഥനാക്കിയിട്ട് ബലരാമൻ ജരാസന്ധനെ, മഗധനെ കൊല്ലാനായിട്ട് പോകുമ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വേണ്ട, കൊല്ലാതെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു യുദ്ധത്തിൽ കെട്ടപ്പെട്ടിട്ട് ബന്ധനസ്ഥനായിട്ട് വിടുക എന്ന് വെച്ചാൽ അത് ഒരു വീരനായ ഒരു പുരുഷന് ഭയങ്കര അവമാനമായതുകൊണ്ട് ജരാസന്ധൻ അവമാനിതനായി. കെട്ടയച്ചു വിട്ടപ്പോ അവമാനിതനായപ്പോ ജരാസന്ധൻ വിചാരിച്ചു, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, തപസ് ചെയ്യാം, ഇതൊന്നും വേണ്ട, ഇത് വിരക്തിയായിപ്പോയി. ഇത്രയും വലിയ പട കൂട്ടി ചെന്നിട്ടും നിഷ്പ്രയാസം അവര് അതിനെല്ലാം കൊല്ലുകയും എന്നെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തപസ് അനുഷ്ഠിക്കാൻ പോവാൻ തീരുമാനിക്ക്. കൂട്ടുകാരായ ഒരുപാട് രാജാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞു, വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് യാദവന്മാരിൽ നിന്ന് തന്നെ പിന്നെ കർമ്മഫലം കൊണ്ടാണ്, എന്തോ ഒരു കർമ്മദോഷം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീണ്ടും യുദ്ധത്തിന് സന്നാഹങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞ് വീണ്ടും സന്നാഹം ഒരുക്കി. അങ്ങനെ 18 പ്രാവശ്യമാണ് പിന്നെ ഭഗവാന് നേരെ യുദ്ധത്തിനായിട്ട് അക്ഷൗണി പടകളുമായിട്ട് മഗധൻ വരുന്നത്. അപ്പോഴെല്ലാം തന്നെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? പിന്നെ മധുരാപുരിയിൽ വന്ന് നിരോധം ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിനിടയ്ക്ക് യവനൻ എന്ന് വെച്ചാൽ ഈ മ്ലേച്ഛന്മാരാണ് യവനൻ എന്ന് പറയുന്നത്. അതായത് മുസൽമാനന്മാരെ പോലെയുള്ള മ്ലേച്ഛൻ എന്നാണ് അവരെ പറയുന്നത്. അപ്പൊ കാലയവനും ഒരു ഭാഗത്തുനിന്ന് ഭഗവാന്റെ മധുര നഗരം ആക്രമിക്കാനായിട്ട് വരും, മറ്റേ ഭാഗത്ത് മഗധനും. രണ്ടു ദിക്കിൽ നിന്നും ആപത്ത് വന്നു ചേർന്നപ്പോ കൃഷ്ണൻ വിചാരിച്ചു, കാലയവനും പടയായിട്ട് എത്തിയിരിക്കുന്നു, മഗധനും വന്നു. അപ്പൊ പിന്നെ നമ്മളെ ആൾക്കാരെ എല്ലാരെയും നമുക്ക് ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ എല്ലാവരെയും പിടിച്ചോണ്ട് പോകും അവര്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം,
ആർക്കും പ്രവേശിക്കാനാവാത്തൊരു നഗരം സൃഷ്ടിച്ച് നമ്മുടെ ഈ എല്ലാവരെയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയും. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനും അങ്ങനത്തെ അണിമ മഹിമ ഗരിമ എന്നൊക്കെയുള്ള അഷ്ടസിദ്ധികളുള്ള ഭഗവാനല്ലേ. ഭഗവാൻ തന്റെ ശക്തി, ഈശ്വര ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആശ്ചര്യകരവും വളരെ 12 യോജന ദൂരമുള്ളതുമായ ഒരു വലിയ ദുർഗം, അതാണ് ദ്വാരക, അത് വിശ്വകർമാവിനെ കൊണ്ട് തന്നെ നിർമ്മിപ്പിച്ചു. അതിന്റെ വാസ്തുകലാ വൈഭവം ഇന്നാള് നമ്മുടെ നരേന്ദ്രമോദി പോലും പോയി കണ്ടിട്ട് വന്നു. കടലിന്റെ അടിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിനെ ദേവാലയങ്ങളും ചന്ദ്രശാലകളും എന്തൊക്കെ വേണം ഒരു രാജ്യത്തിന്, ഒരു ശ്രേഷ്ഠമായ രാജ്യത്ത് എന്തൊക്കെ വേണം, അത് വലിയ കൊട്ടാരങ്ങളും കൊത്തളങ്ങളും എല്ലാമായിട്ട് വലിയ സഭാമണ്ഡപവും. അപ്പൊ ദേവേന്ദ്രൻ പാരിജാതം തന്നെ കൊടുത്തു വിടുകയാണ്, പാരിജാത പുഷ്പം തന്നെ വന്ന് അവിടെ കൊണ്ടുവിടുകയാണ്. അങ്ങനെ സർവാംഗം പിന്നെ വെളുത്ത് ചെവി മാത്രം കറുത്ത കുതിരകൾ, അങ്ങനെ എന്തൊക്കെ ഭഗവാന്റെ വൈഭവത്തിന് അനുസൃതമായ എല്ലാം ഒരുക്കി ഒരു മഹാനഗരി സമുദ്രത്തിന്റെ നടുവിൽ ഒരു ദ്വീപിലാണ് ഭഗവാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? പിന്നെ അതെല്ലാം അവിടെ എത്തിയിട്ട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഇവരെ എല്ലാവരെയും നേരം കൊണ്ട്, പണ്ടും കൊച്ചിലെ ചെയ്തിട്ടുണ്ട്. കൊച്ചിലെ കാട്ടുതീ വന്നപ്പോ കണ്ണടച്ചോളാൻ പറഞ്ഞു എല്ലാവരോടും. കണ്ണടച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്കും കണ്ണടച്ച് അവരെ ഒരു നിമിഷം കൊണ്ട്, അതായത് ഒരു വലിയ പുൽമേടിൽ പെട്ടപ്പോ പശുക്കളും ഇവരെല്ലാരും കൂടെ ചുറ്റും തീ പടർന്നപ്പോഴത്തേക്കും കൃഷ്ണനെ വിളിച്ച് കരഞ്ഞപ്പോ, കുട്ടിക്കാലത്ത് ആ വനത്തിൽ നിന്ന് എല്ലാവരെയും കണ്ണടച്ച് തുറക്കുമ്പോൾ കണ്ണടച്ചിരുന്നവര് പുറത്ത് അവരുടെ തന്നെ സ്ഥലത്തെത്തിയതായിട്ട് കണ്ടു. അതുപോലെ ഭഗവാൻ ദ്വാരകയിലേക്ക് മധുരവാസികളെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യും. മുഴുവൻ എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്തിട്ട്, അപ്പം ശ്രീകൃഷ്ണനെ കാലയവനൻ കണ്ടു. കാലയവനൻ കണ്ടപ്പോഴത്തേക്കും 4 കൈകളും ഭഗവാനെ കാണുന്ന വിഷ്ണു രൂപത്തിലാണ്. അപ്പൊ ഇത്ര സുന്ദരനായ ഈ രൂപം നാരദൻ വർണ്ണിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഭഗവാൻ വിഷ്ണു തന്നെയാണ്, ഇത് തന്നെയാണ് വസുദേവപുത്രനായ വാസുദേവന് കാലയവനന് തീർച്ചയായി. അപ്പൊ കാലയവൻ എന്നെ വെച്ച് ഇവനെ ആദ്യം പിടിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് കാലയവനൻ കൃഷ്ണനെ പിടിക്കാനായിട്ട് ഓടും. കൃഷ്ണനെ പിടിക്കാനായിട്ട് ഓടുമ്പോ കൃഷ്ണൻ എന്ത് ചെയ്തു? തിരിച്ച് യുദ്ധം ചെയ്യാൻ നിൽക്കാതെ ഓടും, പേടിച്ചോടുന്ന മാതിരി ഓടും. കാലയവനൻ പുറകെ ഓടാൻ തുടങ്ങി. ഇപ്പൊ കൈ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് വഴുതി ഓടുകയാണ്. അത്ര സ്പീഡിൽ ഓടി 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 നോക്കുമ്പോ എന്താ ദൂരെ ഒരു ഗുഹയ്ക്കകത്ത് കയറി പോണ കണ്ടു. അപ്പൊ കാലയവന് വെച്ചാൽ ഗുഹയ്ക്കകത്ത് കയറിപ്പോയി അവിടെ ഇട്ട് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് കാലയവൻ ആ ഗുഹാധാരത്തിൽ എത്തിയപ്പോഴത്തേക്കും ഗുഹയ്ക്കകത്ത് ഒരാൾ സുഖമായിട്ട് ഉറങ്ങിക്കിടക്കണം. ഇത്ര വേഗം നീ ഇവിടെ വന്ന് ഉറക്കവുമായോ എന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ട് കൊടുക്കും. ചവിട്ട് കൊടുത്തപ്പോഴത്തേക്കും ഉറങ്ങിക്കിടന്ന ആൾ ഉണർന്നു, ചുറ്റും നോക്കിയിട്ട് ഈ ഉണർത്തിയ ആളെ ഒന്ന് കണ്ണുമിഴിച്ചിങ്ങനെ നോക്കിയതും ഭസ്മമായിട്ട് അവിടെ വീണു കാലയവന്. അവിടെ കിടന്നുറങ്ങിയിരുന്ന ആളുടെ പേര് മുചുകുന്ദൻ എന്നൊരാളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ കാലയവനെ ഭഗവാൻ കൈകൊണ്ട് തൊട്ടതുപോലുമില്ല. മുചുകുന്ദനെ കൊന്നു. മുചുകുന്ദന്റെ നേത്രാഗ്നി കൊണ്ട് തന്നെ ഭസ്മീകരിച്ചു. ഈ മുചുകുന്ദൻ ആരാണ്? അപ്പൊ പരീക്ഷത്ത് മഹാരാജ് വെച്ച്, മുചുകുന്ദൻ ആരാണ്? യവനനെ ഇങ്ങനെ ഇത്രയും കഴിവുള്ള ഇദ്ദേഹം ആരാണ്, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഇക്ഷാകു വംശത്തില്, അതായത് ഭഗവാന്റെ ശ്രീരാമന്റെ വംശത്തില്, അതായത് പിന്നെ ത്രേതായുഗത്തില് ഇക്ഷാകു വംശത്തിൽ മാന്ധാതാവ് എന്ന രാജാവ് ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനാണ് മുചുകുന്ദൻ. ആ മുചുകുന്ദൻ ഭയങ്കര ബ്രാഹ്മണ ഭക്തനും ഭയങ്കര പിന്നെ യുദ്ധ നിപുണനുമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അസുരന്മാരും ദേവന്മാരുമായിട്ടുള്ള യുദ്ധത്തിലും ദേവന്മാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും മുചുകുന്ദനെ വിളിക്കും സഹായത്തിനായിട്ട്. അദ്ദേഹം പോയിട്ട് നന്നായിട്ട് സഹായിച്ച് എല്ലാ യുദ്ധത്തിനും ജയിച്ചു വരും. അങ്ങനെ നടന്ന് ഇന്നപ്പോ നമ്മുടെ മനുഷ്യരുടെ കാലവും ദേവകാലവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ദേവകാലം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു ഭൂമിയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേവന്മാര് പറഞ്ഞു, ഇനിയിപ്പൊ പോയിട്ട് എന്ത് ചെയ്യാനാ, കാലം ഒരുപാട് കറഞ്ഞിരിക്കുന്നു അവിടെ, അങ്ങയുടെ കൂട്ടത്തിലുള്ള ആരും അവിടെ ഇല്ല, അങ്ങ് മാത്രം ഇവിടെ ഈ ലോകത്ത് ദേവലോകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യനായിട്ടും ഉടലോടെ ദേവലോകത്ത് നിന്ന് ദേവന്മാരെ സഹായിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പല തലമുറകൾ ഇല്ലാതെ ആയിരിക്കുകയാണ്. അപ്പൊ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കും.
അപ്പൊ പറയും കാലത്തിന്റെ ഒഴുക്കിലെല്ലാം പോയിരിക്കണു, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം രാജാവിനാണെങ്കിൽ യുദ്ധം ചെയ്ത് ചെയ്ത് വളരെ തളർച്ചയായിപ്പോയി. അപ്പൊ എന്ത് വരം വേണമെന്ന് ചോദിക്കും. ഞങ്ങളെ ഇത്രയധികം സഹായിച്ച അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ യശസ്വിയും വളരെ സാത്വികനുമാണ്. അപ്പൊ ദേവന്മാരെ വണങ്ങിട്ട് പറഞ്ഞു, ദേവന്മാരെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇനി കുറേ കാലമായി നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്, നമുക്കറിയാലോ ഉറങ്ങുന്ന എന്തൊരു സുഖമാണല്ലേ. എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം, നല്ല ആരും ഡിസ്റ്റർബ് ചെയ്യാതെ, ഒരു ശല്യവുമില്ലാതെ അസലായിട്ടൊന്ന് ഉറങ്ങണം, അത് മാത്രമാണ് എനിക്കിപ്പോ വേണ്ട വരം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും എന്റെ നിദ്രയ്ക്ക് ഭംഗം ഭംഗമില്ലാതെ ഞാൻ തന്നെത്താനെ ഉണരുമ്പോ ഉണർന്നോളാം, അല്ലാതെ എന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്ന ആരുണ്ടെങ്കിലും അവരെ ഞാൻ നോക്കുമ്പോ അവർ ദഹിച്ച് ഭസ്മമായി പോണം എന്നൊരു വരം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ദേവന്മാർ സന്തോഷത്തോടുകൂടി ആ വരം അങ്ങ് കൊടുത്തു. അങ്ങനെ അങ്ങനെ കിടന്നുറങ്ങിയ പിന്നെ മുചുകുന്ദനാണ് ഗുഹയിൽ പ്രവേശിച്ചുറങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പം ഭക്തവത്സലനായ ഭഗവാൻ മുചുകുന്ദന് ദർശനം നൽകുകയാണ്. അപ്പൊ പറഞ്ഞു, രാജാവ് ചോദിച്ചു, ഇവിടെ സമാഗതനായിരിക്കുന്ന അങ്ങ് ആരാണ്? കർണാകർണിയ കാട്ടിൽ ഗുരുഹുകയിൽ കോമളങ്ങളായ ഈ പാദങ്ങൾ, നല്ല സുന്ദരപുരുഷനാണല്ലോ മഹാവിഷ്ണു. അപ്പൊ അങ്ങ് ആരാണ്? ത്രിമൂർത്തികൾ മുഖ്യനായ വിഷ്ണു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ ഞാൻ ഇക്ഷാകു വംശത്തിലെ മുചുകുന്ദനാണ് എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് അതെല്ലാം അറിയാം. എന്നെ ആരെ ഉണർത്തിപ്പോ ഞാൻ അവരെ ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങയെ കാണാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയല്ലേ, അങ്ങയുടെ ദീപ്തി എനിക്ക് കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അപ്പം ഭഗവാൻ പറഞ്ഞു, വത്സ, എന്റെ ജന്മങ്ങളും കർമ്മങ്ങളും നാമങ്ങളും, അങ്ങയുടെ പേരെന്താണെന്ന് ചോദിക്കും. പറയും, അപ്പൊ വത്സ, എന്റെ പേര് പറയാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് പേരുകളാണുള്ളത്, ആയിരക്കണക്കിന് നാമങ്ങളും ജന്മങ്ങളും കർമ്മങ്ങളും ഉള്ള ആളാണ് ഞാൻ, അവയ്ക്ക് അവസാനമില്ല. അനേകം ജന്മങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ഊഴിയിലെ ഒരു പൂഴി അല്ലെ മണല് എണ്ണി തീർക്കാൻ പക്ഷെ കഴിയും. പക്ഷെ എന്റെ ജന്മങ്ങളും ഗുണങ്ങളും കർമ്മങ്ങളും ഒരിക്കലും കണക്കെടുക്കാൻ പറ്റില്ല. ത്രികാലങ്ങളിൽ എന്റെ ജന്മങ്ങൾ കണക്കെക്കാണ്ടിരിക്കുന്ന ഋഷികൾക്ക് അതിന്റെ അവസാനം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ യദുവിന്റെ കുലത്തില് വസുദേവ ഗൃഹത്തിൽ പറഞ്ഞ് എനിക്ക് ഇപ്പോഴത്തെ പേര് വാസുദേവൻ എന്നാണ് എന്ന് പറയും. കാലനേമിയെയും കംസനെയും കൊന്നു. കാലനേമിയെ നേരത്തെ കൊന്നിട്ടുണ്ട്, കംസനെ കൊന്നു, പ്രലംബൻ എന്ന് വെച്ചാൽ ഒരുപാട് രാക്ഷസന്മാരെയൊക്കെ കൊന്നു. ഈ യവനൻ അങ്ങയുടെ ഉഗ്ര ദൃഷ്ടിയാൽ ദഗ്ധനുമായി. ഞാൻ അങ്ങയെ അനുഗ്രഹിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് ഒരുപാട് കാലം ഭക്തവത്സലനായ എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് അങ്ങേക്ക് ദർശനം തരുവാനും കൂടിയാണ് ഞാൻ ഈ ഗുഹയിൽ തന്നെ വന്ന് കയറിയതെന്ന് പറഞ്ഞു. അപ്പോഴ് മുചുകുന്ദന് ഗർഗ മഹർഷിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അതായത് ശ്രീകൃഷ്ണനായിട്ട് വസുദേവപുത്രനായിട്ട് വാസുദേവനായിട്ട് ഭഗവാൻ ജന്മം എടുത്തിട്ടുണ്ട് എന്ന് ഗർഗ മഹർഷി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അപ്പൊ ശ്രീമൻ നാരായണൻ തന്നെയാണ് എന്നറിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് എനിക്ക് ദേഹാത്മബുദ്ധി എല്ലാം കളഞ്ഞ് എനിക്ക് മുക്തി നൽകുക എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് വരങ്ങൾ കൊണ്ടൊന്നും പ്രലോഭിതനാകാത്ത ഒരാളാണല്ലോ അങ്ങയുടെ മനസ്സൊരിക്കലും വിഷയവാസനകളിൽ ചഞ്ചലമാവാത്തതുമാണ്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ അങ്ങ് സർവഭൂതങ്ങളുടെയും ഉത്തമ സുഹൃത്തായ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കും. ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ച ശേഷം ആ ജന്മം കഴിഞ്ഞ ശേഷം അങ്ങേക്ക് മുക്തി ലഭിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ മുകുന്ദനെ നമസ്കരിച്ച ശേഷം അവിടുന്ന് പോയി. കലികാലം ആരംഭിച്ചു എന്ന് കരുതി അദ്ദേഹം ഉത്തരദിക്ക് നോക്കി യാത്ര പുറപ്പെട്ടു. കലികാലം ആരംഭിച്ചു എന്ന് കരുതി, പക്ഷെ തുടങ്ങിയിട്ടില്ല. ഭഗവാൻ പോയ ശേഷമാണ് കലികാലം തുടങ്ങുന്നത്. പോയ അന്ന് തൊട്ടാണ് കലികാലം തുടങ്ങുന്നത്. അപ്പോ മാധവനിൽ മനസമാധാനത്തോട് ശ്രീമൻ നാരായണനെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം ബദരാശ്രമത്തിൽ പോയിട്ട് അവിടെ ചെന്ന് തപസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഗന്ധമാദന പർവ്വതത്തിന്റെ അടുത്താണ് ബദരി ആശ്രമം. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞു യവനനെ കൊന്ന ശേഷം മുചുകുന്ദന് വഴി കാണിച്ചു കൊടുത്ത് അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം മധുരാപുരിയിൽ തിരിച്ചെത്തും. അപ്പത്തേക്കും മ്ലേച്ഛ സൈന്യത്തെ മുഴുവൻ കൊന്നു കഴിഞ്ഞു, എല്ലാവരും ബലരാമനും എല്ലാവരും കൂടി ചെന്നു. അപ്പത്തേക്കും ഒരുപാട് ധനമുണ്ട് അവർക്ക്, ഒരു ഭയങ്കരമായ ധനവാന്മാരാണ്. അപ്പൊ ആ ധനം മുഴുവനും സംഭരിച്ച് ദ്വാരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് പോയി. കാളപ്പുറത്ത്
എല്ലാം തയ്യാറാക്കി വെച്ചപ്പോണ്ടടാ മഗധൻ വരുന്നു യുദ്ധത്തിനായിട്ട്. ഒരുപാട് 23 അക്ഷൗണി പടയുമായിട്ട് വീണ്ടും ജരാസന്ധൻ വരുന്നത് കണ്ടു. അപ്പൊ വീണ്ടും പേടിച്ചിട്ട് വന്ന പോലെ ഭഗവാൻ ഓടാൻ തുടങ്ങും. രണ്ടുപേരും, രാമനും കൃഷ്ണനും. മഗധനെ കണ്ടു, സോറി, മഗധനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പേടിയാവണമെന്ന് പറഞ്ഞിട്ട് ഓടാൻ തുടങ്ങി. മഗധനാണെങ്കിൽ ഇവരെ പറ്റി ഭയങ്കര പുച്ഛാണല്ലോ, ഇവര് യദുകുലത്തിൽ ജനിച്ച പശുപാലകന്മാരാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മഗധൻ അവരുടെ പ്രഭാവം ഒട്ടും അറിയില്ല. അയാള് പുറകെ ഓടും. ഓടി 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 ഇവരെന്ത് ചെയ്യുന്നറിയോ? വളരെ ഉയരമുള്ള ഒരു പർവ്വതം ഉണ്ട് അവിടെ, പ്രവർഷണഗിരി. പ്രവർഷൻ എന്നാണ് അതിന്റെ പേര്. ആ ആ ആ ആ കുന്നിന്റെ മുകളിലോട്ട് കയറിപ്പോയി. അത് കണ്ടപ്പോഴത്തേക്ക് ഇവര് കയറിപ്പോണ കണ്ടപ്പോ മഗധൻ വിചാരിച്ചു, ആഹാ കുന്നിൽ പെട്ടു, ഇനിയും പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം. സൈന്യങ്ങളോട് പറഞ്ഞു ചുറ്റും മുഴുവൻ തീയിടാൻ പറഞ്ഞു. ആ കുന്നിന്റെ ചുറ്റും മുഴുവൻ തീയിടും. തീയിടുമ്പോഴത്തേക്കും പുറത്തു വരാതെ, ഒന്നിൽ പുറത്തു വരണം അല്ലെങ്കിൽ അതിനകത്ത് ചാവണം, അല്ലേ? അങ്ങനെയാണ്. പക്ഷെ ശ്രീകൃഷ്ണൻ ബലരാമൻ എന്ത് ചെയ്തു? ഇത് കാണാതെ മറ്റൊരു ഭാഗത്തൂടെ പുറത്തേക്ക് ചാടി തിരിച്ചു ദ്വാരകയിലെത്തും. ദ്വാരകയെ പറ്റി മഗധൻ അറിയില്ല, മധുരയെ പറ്റി അറിയാവും. അങ്ങനെ ഒളിച്ച് ചാടി അവിടുന്ന് രക്ഷപ്പെട്ട് അവര് ദ്വാരകയിൽ തിരിച്ചെത്തി. മഗധൻ വിചാരിച്ചു ഇവര് പിന്നെ ആ കാട്ടുതീയിൽപ്പെട്ട് രണ്ടുപേരും മരിച്ചുപോയി എന്ന് വിചാരിക്കും. അങ്ങനെ മഗധൻ തിരിച്ചു തന്റെ രാജ്യത്തിലേക്ക് പോവുകയാണ്. ജരാസന്ധനെ കൊല്ലേണ്ടത് ഭീമസേനനാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ കൊല്ലാതെ വിട്ടത്. കാരണം ഓരോരുത്തർക്കും ഓരോരോ കർമ്മഫലം അനുസരിച്ച് ആര് എവിടെ എപ്പോ എങ്ങനെ ആരാൽ കൊല്ലപ്പെടണം എന്ന് വരെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, എവിടെ എങ്ങനെ മരിക്കണം എന്നൊക്കെ. നമ്മൾ കണ്ടിട്ടില്ലേ എന്തൊക്കെ അത്ഭുതങ്ങളായ മരണങ്ങളാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതിന്റെ എല്ലാം പിന്നിൽ നമ്മളുടെ തന്നെ കർമ്മങ്ങളാണ്. നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ട് നമ്മളുടെ ഭാഗധേയം, നമ്മൾ എന്താവണം, എങ്ങനെയാവണം, എന്തൊക്കെ ശ്രമിച്ചാലും എന്താവണം എന്നൊക്കെ, എങ്ങനെ എവിടെ പോണം എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒന്നും നമ്മുടെ കയ്യിലേ അല്ല ഇതൊന്നും. അങ്ങനെ അവര് ദ്വാരകയിൽ പോയി സുഖമായിട്ട് ദ്വാരക ഭരിക്കുകയാണ്. മഗധൻ ഇവരെ കൊന്നു എന്നുള്ള വിശ്വാസത്തിന് തിരിച്ച് അവനവന്റെ നാട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്താണ് പിന്നെ ആനർത്ത എന്നൊരു രാജ്യമുണ്ട്. അവിടെ രേവതി എന്നൊരു രാജാവാണുള്ളത്. അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു മകളുണ്ട്, രേവതി. അപ്പൊ ആ കുട്ടിക്ക് വിവാഹം പ്രായമായി. അപ്പൊ അദ്ദേഹം ബ്രഹ്മാവിനോട് തന്നെ ചോദിച്ചു, ഭഗവാനെ, ആരാണ് ഈ കുട്ടിക്ക് യോഗ്യനായിട്ടുള്ള ഒരു വരൻ? എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു, ബലരാമന്, ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമന് വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബലരാമന് വിവാഹം ചെയ്തു കൊടുത്തു. അതിനിടയ്ക്ക് അപ്പോഴത്തേക്കാണ് ഭീഷ്മകൻ ഒരു രാജാവുണ്ട്. ഭീഷ്മകന്റെ രാജ്യത്തിലെ രുക്മിയും അതുപോലെ തന്നെ പേരുള്ള 4 മക്കള്. അദ്ദേഹത്തിന് പിന്നെ വിദർഭ എന്നുള്ള സ്ഥലത്തിനാണ് അദ്ദേഹത്തിന്റെ രാജ്യം. വിദർഭ രാജ്യത്തിലെ ഭീഷ്മകന്റെ പുത്രി രുക്മി മൂത്ത മകനും പിന്നെ 4 മക്കളും കൂടെ ഉണ്ട്. അങ്ങനെ 5 ആൺമക്കളും ഒരു പെൺകുട്ടി. ആ അതിസുന്ദരിയായ പെൺകുട്ടിയാണ് രുക്മിണി. രുക്മിണി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അവതാരമാണ്, മഹാലക്ഷ്മിയുടെ അവതാരമായ രുക്മിണി. അപ്പൊ രുക്മിണി ശ്രീകൃഷ്ണനെ പറ്റിയിട്ട്, ശ്രീകൃഷ്ണന്റെ പ്രഭാവങ്ങളും സൗന്ദര്യവും സ്വഭാവങ്ങളും ഒരുപാട് കഥകള്, ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു രൂപം മനസ്സിലങ്ങനെ ദൃഢമായിട്ട് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനെ, ചെറിയ പെൺകുട്ടിയല്ലേ, ശ്രീകൃഷ്ണനെ അങ്ങോട്ട് ശ്രീകൃഷ്ണനെ വരനായിട്ട് അങ്ങ് വരിച്ചു. ശ്രീകൃഷ്ണനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. ഇതേ സമയത്ത് ചേതി രാജാവായ ശിശുപാലൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണന്റെ കസിനാണ്. ശ്രീകൃഷ്ണനെ എപ്പോഴും വെറുക്കുന്ന പയ്യൻ. അയാളും ഈ രുക്മിയും ഭയങ്കര കൂട്ടുകാരാണ്. അവര് വലിയ കൂട്ടുകാരായതുകൊണ്ട് തന്റെ അനിയത്തിയായ രുക്മിണിയെ ചേതി രാജാവായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാന്ന് രുക്മി അങ്ങോട്ട് തീരുമാനിക്കും. ഭീഷ്മകനാണെങ്കിൽ 4-5 ആമക്കളല്ലേ, അവര് പറയണതേ കേൾക്കുള്ളൂ. രുക്മിയെ പേടിയാണ്. രുക്മിക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാൻ ഈ ഭീഷ്മകന് ഒരു കഴിവില്ല. അതുകൊണ്ട് അവൻ പറയണത് പോലെയൊക്കെ കേൾക്കും. അപ്പൊ അദ്ദേഹം അത് സമ്മതിച്ചു. ശരി. അപ്പം ഒരു വലിയ സന്നാഹം, അതായത് ചേതിരാജാവിന് തന്നെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ചേതിരാജാവിന് അവർക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, രാജാക്കന്മാരൊക്കെ അവർക്കൊക്കെ സമ്മതമാണ് രുക്മിണിയെ ചേതിരാജാവ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വലിയ ഒരുക്കങ്ങൾ. പക്ഷെ
ഒരു രാജാവിന് അങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ ആ കാലത്ത് എല്ലാ രാജാക്കന്മാരെ അറിയിക്കണം, എന്നിട്ട് ഒരു സ്വയംവരം പോലെ തന്നെ നടത്തണം. അല്ലാതെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരെ പിടിച്ച് രാജകുമാരിമാരെ ആർക്കും പിടിച്ചു കൊടുക്കാൻ പറ്റില്ല, അച്ഛനും സഹോദരനും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, അതിനുള്ള കോപ്പുകൾ കൂട്ടിട്ടില്ല. പക്ഷെ കൃഷ്ണനെയും ബലരാമനെയും വിളിക്കൂല. കൃഷ്ണ എന്ന് വെച്ചാൽ ഭീഷ്മകനെ വിളിക്കണം എന്നുണ്ട്, അവരുടെ സാമർത്ഥ്യവും അവരുടെ സൗന്ദര്യവും അവരുടെ എല്ലാ ഗുണങ്ങളും അറിയുന്ന ആളാണ് ഭീഷ്മകൻ, അദ്ദേഹത്തിന് വിളിക്കണം എന്നുണ്ട്. പക്ഷെ രുക്മിയുടെ ശത്രുവാണ്, ശിശുപാലന്റെ ശത്രുവാണ്. അപ്പൊ എങ്ങനെ വിളിക്കും? വിളിച്ചിട്ട് പേടിച്ചിട്ട് വിളിക്കില്ല. ഇതേ സമയത്ത് രുക്മിണി പറയുന്നുണ്ട്, എനിക്ക് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനൊന്നും സഹായിക്കാൻ നിവർത്തിയില്ല. അപ്പൊ രുക്മിണി മനസ്സുകൊണ്ട് എന്താ ചെയ്യ ഭഗവാനെ, എനിക്ക് വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പൊ പിന്നെ എന്താണ് പോംവഴി? ഇപ്പം രുക്മിണിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബ്രാഹ്മണ കുമാരൻ. ആ ബ്രാഹ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ പറയുന്ന സന്ദേശം ശ്രീകൃഷ്ണനെ എത്തിക്കണം, ശ്രീകൃഷ്ണ വേഗം എത്തിക്കൂ ദ്വാരകയിൽ പോയിട്ടെന്ന് പറഞ്ഞു. അപ്പം ബ്രാഹ്മണൻ എന്താണ് പറഞ്ഞത്? ഞാൻ അങ്ങയെ മനസ്സാ വരിച്ചു കഴിഞ്ഞു, അങ്ങയെ അല്ലാതെ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് വന്നിട്ട് എന്നെ കൊണ്ടുപോകണം. അതാണ് ഞാൻ അതിനുള്ള വഴിയും ഉപദേശിച്ചു തരാം. അതായത് വളരെ ബന്ധവസ്ഥയിലാണ് പിന്നെ രുക്മിണി അനിയത്തി വെച്ചിരിക്കണം, പുറത്തൊന്നും ഇറങ്ങാൻ സമ്മതിക്കില്ല. കാരണം കൃഷ്ണനെ പേടിയുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ രാജാക്കന്മാരും വന്നു കഴിഞ്ഞു തലേ ദിവസം. അപ്പം രുക്മിണി പറയും, ഞാൻ തലേ ദിവസം പാർവതി ദേവിയുടെ അമ്പലത്തിൽ പോകും തൊഴാനായിട്ട്. ദുർഗാക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അത് കാൽനടയായിട്ടാണ് പോവുക. കാൽനടയായിട്ട് ഒരുപാട് സഖികളും ഒരുപാട് സന്നാഹങ്ങളോടൊരു വലിയൊരു അതിഗംഭീരമായ ഘോഷയാത്രയാണ് ദേവി അമ്പലത്തിൽ തൊഴാൻ പോണത്. ഒറ്റയ്ക്കൊന്നുമല്ല, ഭയങ്കര ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുപോണത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ തിരിച്ച് അമ്പലത്തിൽ ചെന്ന ശേഷം ഞാൻ തിരിച്ചു വരുമ്പം ആ സമയത്ത് അങ്ങ് എന്നെ കൊണ്ടുപോകണം എന്ന് പറയും. അങ്ങനെ അപ്പം മാത്രമേ നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന്റെ തലേ ദിവസമല്ലേ, പിറ്റേ ദിവസം തൊട്ട് എല്ലാ കോപ്പുകളും തുടങ്ങും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊരു ഇത് പറഞ്ഞേ. ഇതാണ് കഥിത ധ്യാനം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം ഉണ്ട്. അധ്യായത്തില് രുക്മിണിയും ഭഗവാനും തമ്മിലുള്ള വഴക്ക്. രുക്മിണി, നീ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ വന്ന് കട്ടുകൊണ്ട് വന്നത്, നിന്നൊരു ലജ്ജയില്ലാതെ ഇങ്ങനെ ഒരു ആണുങ്ങളോട് പറയാമെന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ രുക്മിണി ഇങ്ങനെ തമാശ കളിപ്പിച്ച് വഴക്കടിക്കുന്ന ഒരു അധ്യായമാണ് ഭാഗവതത്തിലെ പിന്നെ അധ്യായമുള്ളത്. അതിനൊരു കഥയുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോ അമ്പലം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കണ്ണൂരിലെ അമ്പലം, അവിടെ ഇപ്പൊ നടക്കുകയല്ലേ, ഉത്സവം നടക്കുകയല്ലേ. അവിടെ മഹാദേവനും പാർവതി ദേവിയും ഒരിക്കല് പിന്നെ നമ്മുടെ ഇദ്ദേഹത്തിനെ അവിടെ ഭാഗവതത്തിന് വിളിക്കും. ഭാഗവതം കഥ പറയാനായിട്ട് പൂന്താനം നമ്പൂതിരി അവിടെ ക്ഷണിച്ചു. ആ അമ്പലത്തില് അവിടെ ക്ഷണിച്ചിട്ട് പൂന്താനം നമ്പൂതിരി ഭാഗവതം പുസ്തകം അവിടെ വെച്ച് മറന്നുപോകും. അവിടെ വെച്ച് മറന്നുപോയപ്പം തിരിച്ചെടുക്കാനായിട്ട് പോയപ്പോ കാണുന്ന എന്താണ്, ഭഗവാൻ ഈ കഥ പാർവതി ദേവിക്ക് വായിച്ചു കൊടുക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. അപ്പം എന്നിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്, ഞാൻ വായിച്ചത് എങ്ങനെയുണ്ട്, എന്റെ വ്യാഖ്യാനം കൊള്ളാമോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, കുഴപ്പമില്ല. ദേവി പറയുന്നതാണ് പൂന്താനം നമ്പൂതിരി കേൾക്കുന്നത്. കുഴപ്പമില്ല, പക്ഷെ പൂന്താനം വായിക്കുന്നതിന്റെ അത്ര മധുരിമയോ ആ വ്യാഖ്യാനത്തോടെ മധുരിമയോ വന്നിട്ടില്ല സ്വാമി എന്ന് പറയും. അപ്പം ഭഗവാൻ പറഞ്ഞു, പിന്നെ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി പുറത്ത് പൂന്താനം നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് പൂന്താനത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, പൂന്താനം ഞങ്ങൾ ഭയങ്കര പ്രീതരാണ്, ഒരു കാര്യം ചെയ്യും, ഈ പുസ്തകം തൃശ്ശൂരിലെ അമ്പലം ഉണ്ടല്ലോ നമ്മുടെ, അവിടെ അമ്പലത്തിൽ കിട്ടും, അവിടെ പോയിട്ട് അവിടുത്തെ ഉത്തരത്തിൽ ഞാൻ വെച്ചേക്കാം, അവിടെ നിന്ന് എടുത്തോളൂ എന്ന് പറയും. അങ്ങനെ ആ ദൂരം മുഴുവൻ താണ്ടി, അതായത് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വരെ പോകേണ്ടി വന്നു ആ പുസ്തകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പൂന്താനം നമ്പൂതിരിക്ക്. അദ്ദേഹം അവിടെ പോയിട്ടാണ് ആ പുസ്തകം, കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് അവിടെ വരെ പോകേണ്ടി വന്നു. അവിടെ പോയപ്പോ നോക്കിയപ്പോ അവിടുത്തെ ഉത്തരത്തില് ആ അദ്ദേഹത്തിന്റെ ഭാഗവതം പുസ്തകം വെച്ചിരിക്കുന്ന കണ്ടു. അപ്പൊ അങ്ങനെയാണ് അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അതുപോലെ പിന്നെ അതിപ്പോ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ രുക്മിണിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ബ്രാഹ്മണൻ എത്തിയിട്ട് പറഞ്ഞു, വളരെ സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണൻ അകത്ത് പിടിച്ചിരുത്തി ചോദിച്ചു, ആരാണ്, എന്താണ്, ഇവിടുന്ന് വരുന്നത്? പറഞ്ഞു, ഞാനിങ്ങനെ വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായ രുക്മിണിയുടെ പിന്നെ കൂട്ടുകാരനാണ്,
സുഹൃത്താണ്, ദൂതനാണ്, അവിടുന്ന് സന്ദേശവാഹകനാണ്. എന്താണ് സന്ദേശം? ഞാനും ആ കുട്ടിയെ തന്നെ കാത്തിരിക്കുകയാണ്, എനിക്ക് ഉറക്കമില്ല അവളെ പറ്റി ആലോചിച്ചിട്ട്. കൃഷ്ണൻ പറയാണ്, എനിക്ക് ഉറക്കമേ വരാറില്ല, എന്താണ് പറഞ്ഞയച്ചിരിക്കണെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അത് ഇങ്ങനെയാണ് പറഞ്ഞയച്ചിരിക്കുന്നത്, ഭഗവാൻ അല്ലാതെ വേറെ ചേതു രാജാവിന്റെ കൈ തൊടാൻ എന്നെ അനുവദിക്കരുത്, വേറെ ആരും എന്നെ തൊടാൻ അങ്ങ് അനുവദിക്കരുത്, അങ്ങ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം, ഇതാണ് സമയം, ഞാന് ഇങ്ങനെ ദർശനത്തിന് വരുന്ന സമയത്ത്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് പോവാം, ഇനിയിപ്പോ വേറെ കാത്തിരിക്കുന്ന എന്തിനാ? അപ്പൊ ബലരാമനോട് പറഞ്ഞാൽ ബലരാമൻ സമ്മതിക്കില്ല, വെറുതെ യുദ്ധത്തിനൊക്കെ പോയി വെറുതെ വഴക്കുണ്ടാക്കാൻ, വിളിക്കാത്തടത്തൊന്നും കയറി പോണ്ടെന്നൊക്കെ ബലരാമൻ പറയും. അതുകൊണ്ട് ബലരാമനോട് പറയാതെ തന്നെ കൃഷ്ണനും ഈ ബ്രാഹ്മണനും കൂടെ ആ തേരിലോട്ട് കയറി വായുവിനേക്കാളും വേഗത്തിൽ പറന്നങ്ങോട്ട് പോകും. പറന്നങ്ങോട്ട് പോയപ്പോ ബലരാമന് പിടികിട്ടി, ഇവന് എവിടെയോ പോയി കളഞ്ഞല്ലോ എന്ന് പിടികിട്ടി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങോട്ട് തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പം ബലരാമൻ സഹോദരനെ, അനിയനെ സഹായിക്കാനായിട്ട് ഒരുപാട് പിന്നെ സൈന്യത്തോടു കൂടി കൂടെ പോവാണ്. കാരണം അവിടെ യുദ്ധം ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അവിടെ ശത്രുക്കളാണ്, രുക്മിയും ചേതിരാജാവും ബാക്കി കുറെ അവരുടെ കൂട്ടുകാരൊക്കെ കൃഷ്ണന്റെ ശത്രുക്കളാണ്. കൃഷ്ണൻ അവിടെ ചെന്ന് എന്ത് ചെയ്താലും അവര് യുദ്ധം ചെയ്യും. അതുകൊണ്ട് കൂട്ടിനായിട്ട് ബലരാമന് ഉടൻ തന്നെ സൈന്യ സന്നാഹത്തോടുകൂടി കൃഷ്ണന്റെ പുറകെ പോവുകയാണ്. അപ്പൊ അവിടെ എത്തിയപ്പം ഭീഷ്മക രാജാവ് വരുന്നവരെ എല്ലാവരും സ്വീകരിക്കണമല്ലോ. അപ്പം കൃഷ്ണനും എത്തി, കുറച്ച് കഴിഞ്ഞപ്പോ ബലരാമനും എത്തി. എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഭീഷ്മക രാജാവ് സ്വീകരിച്ച് നല്ല കൊട്ടാരങ്ങൾ, എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആർക്കും ഇങ്ങനെ ഒരു മനസ്സിലിരിപ്പൊന്നും പ്രതീക്ഷയില്ലല്ലോ. അപ്പം എല്ലാവരും, മഗധ രാജാവും ഉണ്ട്, ജരാസന്ധൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാവരും തീരുമാനിച്ചു എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ യദുകുലത്തിനെ നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസമായപ്പോഴത്തേ മഹാഘോഷയാത്ര അവിടുന്ന് തുടങ്ങി. ദേവി അങ്ങനെ ഒരു വിദ്യുല്ലത പോലെ സുന്ദരിയായിട്ട് ഇങ്ങനെ വരികയാണ്. പക്ഷെ മൂടുപടം ഇട്ടിട്ടുണ്ട്. മൂടുപടത്തിന്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ സൗന്ദര്യം കൂടുമല്ലോ. ലോലലോലമായ മൂടുപടത്തിന്റെ ഇടയിൽ കൂടെ ദേവിയെ കണ്ടിട്ട് ആൾക്കാരും രാജാക്കന്മാരും എല്ലാവരും വന്ന് നിൽക്കുകയാണ്. പക്ഷെ ആരും ഒരു യുദ്ധസന്നാഹത്തിലല്ല നിൽക്കുന്നത്. കാരണം എല്ലാവരും ദേവിയുടെ ഈ യാത്ര കാണാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു അലേർട്ടല്ല, അവരാരും അത്ര അലേർട്ടായിട്ടല്ല നിൽക്കുന്നത്. അങ്ങനെ നിന്ന് ദേവി അകത്തേറി മഹാലക്ഷ്മി, അതായത് രുക്മിണി ദേവി അകത്തേറി ദുർഗാദേവിയോട് പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് കൃഷ്ണൻ തന്നെ വരനായിട്ട് വരണം, വേറൊരാളും എനിക്ക് വരനായിട്ട് വരാൻ പാടില്ല, എന്നെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു തോഴിയുടെ കൂടെ പുറത്തേക്ക് വരികയാണ്. പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വലിയ സന്നാഹത്തോടു കൂടി തിരിച്ചു പോകണം. പുറത്തേക്ക് വരുന്നകത്ത് മൂടുപടത്തിന്റെ ഇടയിൽ കൂടെ കൃഷ്ണനെ കണ്ടിട്ടില്ല, പക്ഷെ കൃഷ്ണന്റെ ആ രൂപം അങ്ങനെ മനസ്സിൽ ഉറച്ചു കിടക്കുകയാണ്. കൃഷ്ണന്റെ നിറവും അങ്ങനെയാണല്ലോ. അപ്പം കണ്ടു, ഒരു മിന്നാട്ടം കണ്ടതും പെട്ടെന്ന് വായു വേഗത്തിലൊരു കുതിരവണ്ടി, ഒരു രഥം വന്ന് അടുത്ത് നിന്നു. കൈ നീട്ടി പിടിച്ചു ഇരുത്തി ഒറ്റ പായലാണ് കൃഷ്ണൻ. രുക്മിണി ഇങ്ങനെ അലേർട്ടായിട്ട് നിന്നു. വന്നു, രുക്മിണിയുടെ കൈ പിടിച്ചു കയറ്റി, രഥത്തിൽ കയറ്റി പാഞ്ഞു പോയി. അപ്പോഴാണ് ചുറ്റും നിന്ന ഈ കൂട്ടുകാരെല്ലാം മനസ്സിലായോ, കൊണ്ടുപോയല്ലോ ദേവിയെ. അപ്പോഴാണ് രാജാക്കന്മാരൊക്കെ ഉണർന്നു വന്ന് എല്ലാവരും തിരിച്ചു വന്നിട്ട് രുക്മിണിയും ചേതി രാജാവും എല്ലാവരും കൂടെ അവരുടെ പുറകെ പായുകയാണ് എല്ലാവരും. അപ്പൊ അവരെയൊക്കെ തടുത്തു നിർത്താണ് ബലരാമൻ. കൃഷ്ണന്റെ കൂടെ സൈന്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ തടുത്തു നിർത്തുമ്പോഴത്തേക്കും കുറേ അധികം പേര്, ഒരുപാട് സൈന്യത്തിൽ ഒരുപാട് നഷ്ടം ഉണ്ടാവുകയാണ്, ഒരുപാട് പേര് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഭയങ്കര യുദ്ധം ചെയ്തു, കുറേ ദൂരം പോയിട്ടും യാതൊരു രക്ഷയില്ല. കൃഷ്ണന്റെ രഥത്തിന്റെ അടുത്തെത്താൻ ഒരു മാർഗവുമില്ല എന്ന് മനസ്സിലായപ്പം ഈ യുദ്ധം വെറും വേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചേതി രാജാവിനെയും രുക്മിയെ സഹായിക്കാൻ കൂടിയ മഗധ രാജാവിനെ പോലുള്ളവരൊക്കെ പിൻവാങ്ങും. അവരൊക്കെ വെറുതെ എന്തിനാ നമ്മുടെ സൈന്യത്തിനെ കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പിൻവാങ്ങും. കാരണം ജയിക്കാൻ പോണില്ല, കൃഷ്ണന്റെ അടുത്ത് എത്താൻ പറ്റില്ല, അത്ര വായുവേഗത്തിലാണ് പായുന്നത്. അപ്പോഴത്തേക്കും പക്ഷെ രുക്മി പറഞ്ഞു, ഇല്ല, എന്റെ അനിയത്തെ വീണ്ടെടുക്കാതെ കൃഷ്ണനെ വകവരുത്താതെ ഞാൻ ഒരിക്കലും നീ തിരിച്ച് വിദർഭ രാജ്യത്തിൽ കയറില്ല എന്നൊരു ഭയങ്കരമായ ഒരു ഇതെടുക്കും, എന്താ പറയാ, ഒരു പ്രതിജ്ഞ എടുത്തു. എന്നിട്ട് അവസാനം രുക്മി മാത്രം കൃഷ്ണന്റെ രഥത്തിന്റെ പുറകെ പോവുകയാണ്. അങ്ങനെ പോയി കൃഷ്ണന്റെ രഥത്തിന്റെ, അപ്പൊ കൃഷ്ണൻ കുറെ എല്ലാവരും പിൻവാങ്ങിയത് കണ്ടല്ലോ. അപ്പത്തേക്കും
പിന്നെ കൃഷ്ണന്റെ സ്പീഡ് കുറഞ്ഞിട്ട് കൃഷ്ണനെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു എന്ന് പിന്നെ അടുത്തെത്തി. കൃഷ്ണന്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ദൂരെ എത്തിയപ്പോഴത്തേക്കും തന്നെ അടുത്ത വില്ല അമ്പയക്കാവുന്ന ദൂരത്തിലെത്തിയപ്പോഴത്തേക്ക് 3 അമ്പുകൾ അയച്ചു രുക്മി. എന്നിട്ട് കൃഷ്ണന് ദേഹം മുറിയല്ലോ എന്ന് വിചാരിച്ച് കൃഷ്ണന്റെ കൊടിക്കൂര എഴുതി വീഴ്ത്തും. അപ്പത്തേക്കും അങ്ങനെ രുക്മി കൃഷ്ണന്റെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ടപ്പോ രുക്മിണിക്ക് ഭയങ്കര ഭയമായി. ഭഗവാൻ എന്തെങ്കിലും പറ്റുമോ, കൃഷ്ണൻ അതിന്റെ ഭർത്താവല്ലേ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പത്തേക്കും കൃഷ്ണൻ ശൂരനായിട്ട് രുക്മിയെ വധിക്കാനായിട്ട് തുടങ്ങുമ്പം ദേവി പറഞ്ഞു, എന്റെ സഹോദരനല്ലേ ഭഗവാനെ, കൊല്ലരുതേ എന്ന് പറഞ്ഞു. കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ എന്ത് ചെയ്തു, ശരി കൊല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ച് രഥത്തിൽ കയറ്റി ഇരുത്തിയിട്ട് ഒരു ഭാഗത്തെ മുടിയും മീശ, ഒരു ഭാഗത്തെ രോമങ്ങളെല്ലാം മുടിയും മീശയും എല്ലാം വടിച്ചു കളയും. അപ്പത്തേക്കും ബലരാമനാണെങ്കിൽ വളരെ ശാന്തനും, എന്താ പറയുക, ക്രൗര്യം വന്ന ക്രൂരനാ, പക്ഷെ ഒരുപാട് ഇതുള്ള ആളാണ്, സൗമ്യനാണ്. അപ്പൊ പറഞ്ഞു, നീ ചെയ്തത് ശരിയായില്ല, എത്രയായാലും നിന്റെ ഭാര്യയുടെ ബ്രദർ അല്ലേ, അപ്പൊ നീ ഇങ്ങനെ ചെയ്യുന്നത് വലിയ അവമാനമല്ലേ, ഒരു യോദ്ധാവിന് മരണത്തിനേക്കാളും അവമാനകരമാണ് ഇങ്ങനെ മുടിയും മീശയും താടിയും ഒക്കെ മുറിക്കാന്ന് പറഞ്ഞാൽ. അത് എന്തിനാ കൃഷ്ണ ചെയ്തിട്ട് കെട്ടിയിടുക. അപ്പൊ രുക്മിണിയോട് തന്നെ ബലരാമൻ പറഞ്ഞു, അനിയത്തി നീ ഒന്നും വിചാരിക്കരുതേ. പിന്നെ അപ്പം രുക്മിണിയെ സമാധാനിപ്പിക്കാണ്, ചേട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്തതില്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം രുക്മിണിക്ക് മനസ്സിലായി. അപ്പം കെട്ടഴിച്ചു വിടും. ബലരാമൻ വന്ന് പറഞ്ഞാൽ പിന്നെ കൃഷ്ണൻ അനുസരിക്കും. അപ്പൊ ബലരാമന് വലിയ അനുസരണയാണ് കൃഷ്ണന്. അപ്പൊ ബലരാമൻ വന്ന് പറഞ്ഞു, കൃഷ്ണൻ നീ ചെയ്തത് ശരിയായില്ല, രുക്മിണിയെ ഫ്രീ ആക്കാൻ പറഞ്ഞു. അങ്ങനെ രുക്മിണിയെ കെട്ടൊക്കെ അഴിച്ചു വിട്ടു. പക്ഷെ ഈ മുടിയും മീശയൊക്കെ മുറിച്ചിട്ടാണ്. അപ്പത്തേക്ക് രുക്മിണി പ്രതിജ്ഞ എടുത്തു, ഞാൻ തിരിച്ചു പോവില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തത് കൊണ്ട് പിന്നെ രുക്മിയെ അവിടെ തന്നെ ആ രുക്മിയെ എവിടെയാണോ രുക്മിയെ വിട്ടത് അവിടെ ഭോജകടം എന്നൊരു സ്ഥലം, ഒരു രാജധാനി ഉണ്ടാക്കി അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. പിന്നെ രുക്മി നാട്ടിലേക്ക് തിരിച്ചു പോവുകയില്ല, വിദർഭയിലേക്ക് ഒരിക്കലും തിരിച്ചു പോകുന്നില്ല, ഈ ഭോജകടത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. കൃഷ്ണനും രാജാക്കന്മാരെല്ലാവരും അവസാനം രുക്മിണിയെ നാട്ടിൽ കൊണ്ടുപോയി. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ വലിയ മഹോത്സവമായിട്ട് കൃഷ്ണൻ രുക്മിണിയും തമ്മിലുള്ള വിവാഹം വളരെ മഹോത്സവമായിട്ട് നടത്തും. അങ്ങനെയാണ് ആ വിവാഹം നടന്നത്. അപ്പം ഈ സമയത്താണ് രുക്മിണി ഗർഭിണിയാവുകയാണ്. അപ്പൊ എന്ന് വെച്ചാല് പിന്നെ മന്മഥനെ ഭഗവാൻ കണ്ണിലെ തീ കൊണ്ട് പിന്നെ എരിച്ചു കളഞ്ഞപ്പം രതീദേവി, അതായത് മന്മഥന്റെ ഭാര്യ ആയ രതീദേവി ഒരുപാട് സങ്കടപ്പെടും, കാമദേവൻ. അപ്പൊ പറഞ്ഞു, ഭഗവാനെ അശരീരിയായിട്ടാണ്, ശരീരം പോയി, ദഹിച്ചു കഴിഞ്ഞപ്പം ആത്മാവുണ്ട്, ശരീരമില്ലാത്ത കാമദേവനാണ് ലോകത്തുള്ളത്. അപ്പൊ എന്നാണ് എന്റെ ഭഗവാനെ ഈ ശരീരമില്ലാതെ എന്റെ ഭർത്താവ് ഇങ്ങനെ എത്ര കാലം കഴിയേണ്ടി വരും എന്ന് പറയുമ്പോ പറഞ്ഞു, ദ്വാപരയുഗത്ത് ശ്രീകൃഷ്ണപുത്രനായിട്ട് നിന്റെ ഭർത്താവ് ജനിക്കും. ശ്രീകൃഷ്ണപുത്രനായിട്ട് ജനിക്കുമ്പോ പിന്നെ ആ സമയത്ത് പിന്നെ നിനക്ക് പിന്നെ മന്മഥന്റെ കൂടെ ചേരാം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റും, ഈ കുട്ടി, ഈ രതി മായാവതി എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് പിന്നെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? ഒരു മിനിറ്റ്. ശമ്പരൻ എന്നൊരു ദുഷ്ടനാണ്. ആ ശമ്പരന്റെ അടുത്ത് അരിവെപ്പുകാരിയായിട്ട്, കാരണം മറഞ്ഞു താമസിക്കണം. രതിദേവി അതിസുന്ദരിയാണല്ലോ. അപ്പൊ അങ്ങനെ മറഞ്ഞു താമസിക്കുന്നുള്ളതുകൊണ്ട് മായാദേവി എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് ശമ്പരന്റെ പിന്നെ കൊട്ടാരത്തില് അരിവെപ്പുകാരിയായിട്ട് താമസിക്കുകയാണ്. അപ്പൊ തന്റെ ഭർത്താവ് എന്നാണോ ദേഹം തിരിച്ചു കിട്ടി വരുന്നത് എന്ന് കാത്തു തപസ് ചെയ്താണ് അവിടെ താമസിക്കുന്നത്. ആ സമയത്ത് പിന്നെ ഋതുസദൃശനായിട്ട് ഭഗവാന്റെ അതേ സൗന്ദര്യമുള്ള ഒരു പുത്രനായിട്ടാണ് ഈ കുട്ടി ജനിക്കുന്നത്. പ്രദ്യുമ്നൻ എന്ന് പേരിടും. പ്രദ്യുമ്നൻ 10 ദിവസം കഴിഞ്ഞപ്പോ എന്ത് പറ്റി, ശമ്പരനെ മനസ്സിലായി കൃഷ്ണൻ തന്നെ ശത്രുവാണ്, പ്രദ്യുമ്നൻ ശത്രുവാണ്, അതുകൊണ്ട് ശത്രുപുത്രനെ പിന്നെ അപഹരിച്ചുകൊണ്ട് പിന്നെ കടലിലിട്ടപ്പോൾ അവളൊരു മത്സ്യം ആ കുട്ടിയെ വിഴുങ്ങും. ആ മത്സ്യം ആ കുട്ടിയെ വിഴുങ്ങി മറ്റു മത്സ്യങ്ങളുടെ കൂടെ എല്ലാം. അപ്പം മുക്കുവന്മാർ വല പിടിച്ചപ്പം ഈ മത്സ്യവും അതിനകത്ത് വന്നു. അവരൊരു വലിയ മത്സ്യം,
വലിയൊരു മത്സ്യത്തെ പിടിച്ച സന്തോഷത്തിൽ അതിനെ പിടിച്ച് വൃത്തിയാക്കാനായിട്ട് മുറിച്ചപ്പോ അതിന്റെ വയറ്റിൽ അതിസുന്ദരനായ ഒരു കുട്ടി. അപ്പത്തേക്ക് അവര് അത് എന്തെങ്കിലും അങ്ങനെ ശ്രേഷ്ഠമായിട്ട് എന്ത് കിട്ടിയാലും അത് രാജാവിനുള്ളതാണ്. അപ്പൊ അത് രാജാവിന് കൊടുക്കണമല്ലോ. അവര് വേഗം പിന്നെ രാജാവിന്റെ പാചകശാലയിൽ വന്നിട്ട് പാചകന്മാരുടെ അടുത്ത് കൊടുത്തു. പാചകന്മാരാണ് അത് മുറിച്ചപ്പോ ഈ കുട്ടിയെ കണ്ടത്. അപ്പൊ അവര് രാജാവിനോട് പിന്നെ പറയുന്നതിന് മുമ്പ് മായാവതി പാചകക്കാരിയായിട്ട് അവിടെ ഉണ്ടല്ലോ, മായാവതിയോട് പറഞ്ഞു. അപ്പൊ മായാവതിക്ക് മനസ്സിലായി ഈ മത്സ്യോദര പ്രവേശവും പിന്നെ ബാലന്റെ ഉൽപ്പത്തിയും എല്ലാം നാരദമുനി വന്നിട്ട് മായാവതിയോട് പറയും. മായാവതി രതിദേവിയാണല്ലോ. അപ്പം നാരദമുനി വന്നിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവാണ് ഭഗവാൻ കൃഷ്ണന്റെ മകനായി പ്രദ്യുമ്നനായി ജനിച്ചു, ശമ്പരനടുത്ത് കാട്ടിലിട്ടു, കടലിലിട്ടു, അവിടുന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കയറി ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, കുട്ടിയെ നന്നായിട്ട് പരിപാലിച്ചോളൂ, യൗവനയുക്തനാവുമ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനെ ശരീരത്തോടുകൂടി തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സന്തോഷത്തോടു കൂടി ആ കുട്ടിയെ വളർത്തുകയാണ്. ആ കുട്ടി എങ്ങനെ വളർത്തെടുത്തി മന്മഥനാണെന്ന് അറിഞ്ഞത് കൊണ്ട്, അവൾക്ക് മാത്രമേ അറിയാവൂ, മന്മഥൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സ്നേഹിച്ചിങ്ങനെ വളർത്തുകയാണ്. അപ്പൊ യൗവനയുക്തനായപ്പോഴത്തേക്കും അതിസുന്ദരൻ, തനി കൃഷ്ണനെ മാതിരി തന്നെ സുന്ദരനായിട്ടിരിക്കുകയാണ്. അപ്പത്തേക്കും പിന്നെ വളരെ സ്നേഹത്തോടുകൂടി, പ്രേമത്തോടുകൂടി, കാമത്തോടുകൂടി തന്നെ തന്റെ പുത്രസമമാണ്, പുത്രനല്ലല്ലോ. അപ്പം വന്ന് ഇങ്ങനെ നിൽക്കുമ്പം ഈ മകൻ ചോദിച്ചു, അമ്മക്ക് സമമല്ലേ അങ്ങ്, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഭാവത്തിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? മാതൃഭാവം അതിക്രമിച്ചിരിക്കുന്നല്ലോ, അതെന്താണ്? ഒരു കാമിനിയെ പോലെ എന്താണ് എന്നോട് പെരുമാറുന്നതെന്ന് ചോദിക്കും. അപ്പം മായാവതി അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും. അങ്ങ് ശ്രീകൃഷ്ണപുത്രനാണ്, അങ്ങയെ ശമ്പരൻ അപഹരിച്ചിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. കടലിലിട്ടതും മീൻ വിളിച്ചതും ഇവിടെ കൊണ്ടുവന്നതും ഞാൻ വളർത്തിയതും എങ്ങനെയാണ് മന്മഥന് ശാപം കിട്ടിയതും എങ്ങനെയാണ് ശാപമോക്ഷമായിട്ട് പ്രദ്യുമ്നായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അതുകൊണ്ട് അച്ഛനമ്മമാരെ കാണാനായിട്ട് പോകാം, ഞാൻ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവർക്ക് മായാശക്തിയിലുണ്ടല്ലോ. അങ്ങനെ മായാവതി രതിയാണല്ലോ, രതി സ്വന്തം ഭർത്താവായ പ്രദ്യുമ്നുമായിട്ട് നേരെ ശമ്പരനെ കൊന്നിട്ടേ പോകാൻ പറ്റൂ, ശമ്പരനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറയും പ്രദ്യുമ്നോട്. പ്രദ്യുമ്നൻ ശമ്പരനും കൂടെ തീവ്രമായ ഒരു യുദ്ധം ചെയ്തു. പിന്നെ മയൻ അസുരനാണല്ലോ, മയൻ പഠിപ്പിച്ച മായാവിദ്യകളൊക്കെ നോക്കി, പക്ഷെ പ്രദ്യുമ്നന്റെ അടുത്ത് ഒരു മായാവിദ്യയും നടങ്ങില്ല. അതിനേക്കാളും ക്ഷേമമായ വിദ്യകളൊക്കെ ചെരിഞ്ഞ് എന്തായാലും പലതും പ്രവേശാനം എല്ലാം നശിപ്പിച്ചിട്ട് പ്രദ്യുമ്നൻ ശമ്പരനെ കൊന്നു, കഴുത്തറുത്ത് കൊന്നു. എന്നിട്ട് മായാവതിയും പിന്നെ പ്രദ്യുമ്നനും കൂടെ ആകാശമാർഗേണ ദ്വാരകയിലെത്തും. നമുക്ക് ആ ദ്വാരകയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു കാർമുകിൽ മിന്നൽ പിണർ പോലെ അത്ര സൗന്ദര്യമാണ് പ്രദ്യുമ്നന്. ആ പ്രദ്യുമ്നൻ അരമനയിൽ പ്രവേശിച്ചപ്പോ തന്നെ രുക്മിണിക്ക് തോന്നി, എന്റെ നഷ്ടപ്പെട്ട മകനുമാര് തോന്നുന്നു, എനിക്ക് ഭയങ്കര വാത്സല്യം തോന്നുന്നു. അപ്പൊ ആ കുട്ടിയെ കണ്ടപ്പോ ആൾക്കാരൊക്കെ കൃഷ്ണനാണെന്ന് വിചാരിച്ചു, തോഴിമാരൊക്കെ വിചാരിച്ചു കൃഷ്ണനാണ്. അവിടെ ഒരുപാട് സഖികളും അരമനയ്ക്കകത്ത് ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ കൃഷ്ണനാണ് വരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്, പ്രായ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മനസ്സിലായി ഇത് കൃഷ്ണനല്ല. അപ്പൊ രുക്മിണിക്ക് മനസ്സിലായി ഇത് കൃഷ്ണന്റെ എന്റെ നഷ്ടപ്പെട്ട പുത്രൻ തന്നെയാണ് എന്ന് മനസ്സിലാവും. ആ സമയത്ത് ഇത് ആരുടെ മകനാണെന്നൊക്കെ രതിദേവി അതായത് മായാവതി രുക്മിണി ദേവിയോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ രുക്മിണി ഇങ്ങനെ ആലോചിച്ചപ്പോ ഭഗവാൻ വസുദേവൻ, ദേവകി എല്ലാവരുമായിട്ട് ശ്രീകൃഷ്ണൻ അവിടെ വരികയാണ്. കാരണം ഈ പുത്രൻ വന്നതും ആരാണ് എന്താണെന്നുള്ള വിവരം അറിയിക്കണമല്ലോ. പക്ഷെ കൃഷ്ണൻ ഒന്നും പറയില്ല കേട്ടോ. കൃഷ്ണൻ ഒന്നും പറയാതിരിക്കുമ്പോഴത്തേക്കും പിന്നെ നാരദ മഹർഷി അവിടെ വരും. നാരദ മഹർഷി അവിടെ വന്നിട്ട് മായാവതി ഒന്നും ഈ വിവരങ്ങളൊന്നും എല്ലാവരോടും പറയുന്നില്ല. നാരദ മഹർഷി അവിടെ വന്നിട്ട് ശ്രീകൃഷ്ണനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരത്തും ഈ കഥകൾ പറഞ്ഞിട്ട് പ്രദ്യുമ്നൻ പിന്നെ ഇങ്ങനെ കൃഷ്ണപുത്രനാണ്, പിന്നെ മന്മഥന്റെ പുനരവതാരമാണ് എന്നുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ മായാവതിയുടെയും പ്രദ്യുമ്നന്റെയും കൂടെ അവരുടെ വിവാഹം നടത്തി. എല്ലാവരും വളരെ ക്ഷേമമായിട്ട് പ്രദ്യുമ്നന്റെ വിവാഹം നടത്തി. അവര് വധൂവരന്മാരെ അനുഗ്രഹിച്ച് രുക്മിണി ദേവിക്ക് സ്വന്തം പുത്രനെ തിരികെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അതുവരെ നമുക്ക് നിർത്താം. ഇനി അടുത്ത കഥ എന്ന് വെച്ചാല് പിന്നെ
എന്നറിയുമോ? സെമന്തകം കട്ടുകൊണ്ട് പോകുന്ന കഥയാണ് ഭാഗവത്തിലെ. ആ ഭാഗമാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ് നമ്മൾ പറയാൻ പോണത്. അപ്പം അത് ഇവിടെ നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. മാധവമാസമാണിത്.